നമ്മൾ പറഞ്ഞിരുന്ന ആ കാത്തിരുന്ന ആ ദിവസം ഇന്നാണ്. ഇന്നലെ അടുത്തൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു റമളാന്റെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ ഒരു പക്ഷേ മഹത്വം ഉണ്ടാവും. ആയത്തൊക്ക ഫീ ദാലിക്കൽ യൗമി ബി അദദി മൻ ആയത്തൊക്ക മിൻ അവ്വലി ശഹരി ഇലാ ആഖിരിഹി. റമളാൻ 1 മുതൽ 30 വരെ എത്ര കോടികളെയാണോ അള്ളാഹു നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തിയത്, അത്രയും കോടികളെ അവസാന ദിവസം വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുമെന്ന് മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്നാണ് എന്നത് ഉറപ്പാണ്. ഇന്നലെ നമുക്ക് സംശയമായിരുന്നു, ഇന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ആരും വെറുതെ അങ്ങാടി പോയിട്ട് ബഹളം കൂട്ടിയിട്ട് സമയം നഷ്ടപ്പെടുത്തിയിട്ട് ഇതുവരെയുള്ള അധ്വാനങ്ങൾ വെറുതാക്കാൻ നിൽക്കണ്ട. നമുക്ക് എല്ലാ പരിപാടിയും അങ്ങനെയാണ്, അവസാനാണ്ട് കൊളാക്കല ഇബ്ലീസിന്റെ പണിയാണ്. ബടക്കാക്കി തനിക്കാക്ക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. പഴമക്കാര് പറയും ബടക്കാക്കി തനിക്കാക്ക, അങ്ങോട്ട് ഉള്ളതൊക്കെ കണ്ട് ബടക്കാക്ക എന്നിട്ട് അവസാനം തനിക്കാക്ക. അതിനവൻ നല്ല പഴുത് നോക്കി നടക്കുന്ന സമയമാണ്. ഈ അവസാന സമയത്തൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുക പറഞ്ഞാൽ ഇബ്ലീസിന്റെ വലയിൽപ്പെട്ടതിന്റെ ഒരു ലക്ഷണമാണ്. തുണികുപ്പായൊക്കെ വാങ്ങാണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് പോയിട്ട് വേഗം വരിക എന്നല്ലാതെ ഇന്നത്തെ രാത്രിയൊന്നും അങ്ങാടി പോയിട്ട് തൊലക്കരുത്. എത്ര ബൾബ് തൂക്കി അങ്ങാടിയാണെങ്കിലും അക്ബറിന്റെ അടുത്താണെങ്കിലും പേരുകേട്ട സ്ഥലമാണെങ്കിലും അതൊന്നും അള്ളാഹു പൊരുത്തപ്പെടുന്നില്ല. അത്യാവശ്യം സാധനം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വാങ്ങുക. ഇന്നത്തെ രാത്രി നിങ്ങളൊക്കെ നാട്ടിൽ അടുത്തടുത്ത് പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നോളി, അല്ലെങ്കിൽ പൊരയിൽ കഥകടച്ചിരുന്നോളി. എന്നിട്ട് അള്ളഹാനോട് 30 ദിവസത്തെ നോമ്പ് സ്വീകരിക്കണേന്ന് കരഞ്ഞു തോരുന്നോളി. അവൻ രക്ഷപ്പെട്ടു. ഈ 30 ദിവസത്തെ അമലും അട്ടഹസിച്ചിട്ടും ബഹളം വെച്ചിട്ടും അനാവശ്യം പറഞ്ഞിട്ടും ദുന്യാവിന്റെ ഒച്ചപ്പാടിലും നമ്മൾ അങ്ങോട്ട് കരിച്ചു ഉരുക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഹതഭാഗ്യവാന്മാർ വേറല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളുടെ മനസ്സ് വിതുമ്പുന്ന സമയമാണത്. ഓരോ ഗ്രാമങ്ങളിലും ഉള്ളിൽ തഖ്വയുള്ള മനുഷ്യന്മാരൊന്ന് പോയി പരിശോധിച്ച് നോക്കി. അവരിന്നത്തെ രാത്രി വല്ലാതെ സംസാരിക്കൂല. നല്ല ലോകിയുള്ള ആളുകൾ പോയി നോക്കി, സാധാരണ പറയുന്ന തമാശ ഒന്നും പോലും പറയില്ല, ഒന്നും പറയില്ല. ഓല മനസ്സിലിങ്ങനെ തീ കത്തുകയാണ് കാരണം പോയല്ലോ പഠിച്ചോനെ, പോയല്ലോ പഠിച്ചോനെ, പോവുകയാണല്ലോ പഠിച്ചോനെ, പോയല്ലോ പഠിച്ചോനെ, ഇനി ഉണ്ടാവോ റബ്ബേ, ഞാൻ ഉണ്ടാവോ റബ്ബേ, ഈ ബേജാറായിരിക്കും. കാരണം സീസണ് കഴിയാണ്, കച്ചവടത്തിൽ ഒന്നും ആയിട്ടില്ല, ഒരുപാട് ദോഷങ്ങൾ കുന്നുകൂടി കിടക്കുവാണ്. നമ്മൾ ചെയ്ത ദോഷങ്ങളൊക്കെ ദോഷങ്ങളാന്ന് ഉറപ്പാണല്ലോ, പക്ഷെ നന്മകളാന്ന് ഉറപ്പില്ല. ദോഷങ്ങൾ ദോഷങ്ങളാന്ന് ഉറപ്പാണ്, നന്മകൾ അള്ളാഹു സ്വീകരിച്ചോന്ന് ഉറപ്പില്ല. അതിന്റെ ബേജാറില്ല നമ്മള്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ അധ്വാനങ്ങളെ അനാശാസ്യങ്ങളെ കൊണ്ട് നിഷ്ഫലമാക്കരുത് എന്ന് എന്നോട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് പറയാമെന്ന് പറഞ്ഞത് ഫിത്ർ സക്കാത്തിന്റെ മസലയായിരുന്നു. സക്കാത്ത്, അതിനിടക്ക് ഈ പറമ്പ് കച്ചവടത്തെ കുറിച്ച് ഒരാൾ ഒരു സംശയം ചോദിച്ചിരുന്നു. എല്ലാ സക്കാത്തിനെ കുറിച്ചും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ സമയമില്ല. ഫിത്ർ സക്കാത്ത് മാത്രമാണ് ഇപ്പൊ പറയുന്നത്. മറ്റൊക്കെ വിഷയങ്ങളിൽ ആവശ്യമാണെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സമയത്ത് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറമ്പ് കച്ചവടത്തിന്റെ ഒരു സംശയം ചോദിച്ചുകൊണ്ട് പറമ്പിന് സക്കാത്തില്ല എന്നുള്ളത് പൊതുനിയമാണ്. പക്ഷേ പറമ്പ് കച്ചവടം ചെയ്യുന്ന ആളുകൾ കച്ചവടത്തിന് വേണ്ടി വാങ്ങിയ പറമ്പ് അത് എത്ര ഏക്കറാണെങ്കിലും കൊല്ലം തികഞ്ഞാല് ആ സമയത്തുള്ള മാർക്കറ്റ് എത്രയാണോ അത് കൂട്ടിയിട്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. മനസ്സിലായില്ലേ? ഞാനിപ്പോ ഒരു 20 സെന്റ് പറമ്പ് വാങ്ങിയെന്ന് കൂട്ടാ, കച്ചവടത്തിന്, പുരണ്ടാക്കാനൊന്നുമല്ല, എനിക്ക് കച്ചവടം ചെയ്യാൻ. അങ്ങനെ വാങ്ങിയാൽ ആ 20 സെന്റ് സ്ഥലത്തിന് ഞാനിപ്പോ ഇങ്ങനെ കണക്കൂട്ടുമ്പോ ഒരു കൊല്ലം ആയും ചെയ്തിപ്പോ കണക്കൂട്ടുമ്പോ 1 സെന്റിന് 1 ലക്ഷം റുപ്യ എന്ന് കൂട്ടുക. അപ്പൊ 20 സെന്റിന് 20 ലക്ഷം റുപ്യാണ് അന്നത്തെ മാർക്കറ്റ്. ആ മാർക്കറ്റ് എത്രയാണോ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പറമ്പിന് സക്കാത്തില്ല എന്ന് പറഞ്ഞു നടക്കരുത്. ഇത് കച്ചവടച്ചരക്കായ പറമ്പാണ്. ഏതുപോലെ ആഭരണത്തിന് സക്കാത്തില്ല, പക്ഷെ ജ്വല്ലറിക്കാർ കൊടുക്കണം. അവിടെ ആഭരണം തന്നെയാണ്, പക്ഷെ അത് കച്ചവടച്ചരക്കാണ്. അതേ ഹുക്കം തന്നെയാണ് ഇവിടെ ഉണ്ടാകുക. പല പറമ്പ് കച്ചവടക്കാരും ഇതൊന്നും ശ്രദ്ധിക്കലില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സക്കാത്ത് കൊടുക്കേണ്ടി വന്നിട്ട് കൊടുക്കാതെ അത് എടുത്തുവെച്ചാൽ എന്താ കുഴപ്പമെന്ന് പറയുന്നത്? ഒരു 3-4 സൈഡ് എഫക്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞതല്ല, മഹാന്മാര് ഹദീസ് അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചാണ്. ഒന്ന്,
ആ സക്കാത്തിന്റെ മുതലൊക്കെ കൂടി അള്ളാഹു താല ചെമ്പും ഇരുമ്പും ആക്കിയിട്ട് നാളെ മശറിയിൽ ഇങ്ങോട്ട് കൊടുന്നിട്ട് അടുപ്പിൽ നരകമാകുന്ന അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചിട്ട് ഇവന്റെ മോത്തും പെട്ടിക്കും ഇവന്റെ ഊരക്കൊക്കെ വെച്ചിട്ട് ഉരുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളാ പൈസ അത് ലോഹമായി മാറും, ചെമ്പൊക്കായി മാറും, ഇരുമ്പായി മാറും, കമ്പി കഷ്ണങ്ങളായിട്ട് മാറും. എന്നിട്ട് ഓരോ മലക്കുകള് ഇവന്റെ ചവിട്ടിന്റെ ഉള്ളിലും ഇവന്റെ ഊരന്റെ ഇടുക്കിലും ഇവന്റെ വാരിയെല്ലുമ്പലും അപ്പൊ വേറെ മലക്ക് വലിയൊരു പലകത്തിട്ട് മോത്തൊക്കെ അങ്ങനെ ഒട്ടിക്കും. ചൂടായിട്ട് കരിഞ്ഞിട്ട് ഇവനിങ്ങനെ വെന്തിട്ട് ചുണ്ടിങ്ങനെ ഇങ്ങനെ വിളിയാകുമ്പോ മലക്കുകൾ പറയും, എവിടുക്കാ തൊള്ളൊളക്കണ്, ഇത് എന്റെ സക്കാത്തിന്റെ പൈസയാണ് എന്ന് പറയും മുഹമ്മദ് മുസ്തഫ. 1. 2, സക്കാത്ത് കൊടുക്കാതെ കെട്ടിക്കിടന്ന പൈസ നാളെ വലിയ വലിയ ഫണം വിടർത്തുന്ന പാമ്പുകളായി ഇവനെ ചുറ്റിയിട്ട് ഇവന്റെ നേരെ ഇങ്ങനെ നിന്നിട്ട് ഓരോ കൊത്തും. ഇത് കൊത്തുമ്പോ പറയും, ഞാൻ എന്റെ സക്കാത്തിന്റെ പൈസ ഇരുന്ന ഹംക എന്ന് പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മള് സക്കാത്തിന്റെ പൈസ കൊടുത്താ സദക്ക കൊടുത്താന്നാ ചിലര് മനസ്സിലാക്കിയത്. അത് പരിയിൽ പറഞ്ഞാ മതി. എന്താ ചിലരൊക്കെ കാട്ടിക്കൂട്ടിലേറെങ്ങള് ലക്ഷങ്ങൾ വരുമാനമുള്ള ആളാ, എന്നിട്ട് അതിന്റെ സക്കാത്തിന്നെ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, അതിനൊരു ചെറിയ ശതമാനം എടുത്തിട്ട് സക്കാത്ത് കൊടുത്തിട്ട് അറിയാം ദ്വാരക്കനട്ടാ ഇവന്റെ പൈസ കൊടുക്കണ പോയി പറഞ്ഞത്. ബായി അത് ഓന്റെ പൈസയാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പൈസ അല്ല, ആ പാവപ്പെട്ടവന്റെ പൈസയാണ്. നിന്റെ പൈസ കൊടുക്കണോ, നീ സക്കാത്ത് അല്ലാത്ത കൊടുക്ക്, അപ്പൊ നിന്റെ പൈസയായി. ഇത് ഓന്റെ പൈസയാണ്. സക്കാത്ത് പാവപ്പെട്ടവന്റെ പൈസയാണ്. അത് എന്റെ സമ്പത്തിൽ അള്ള വെച്ചതാ. അത് ഈ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കള്ളനാ. കാരണം വേറെ ഉള്ളവന്റെ പൈസ കട്ട ഹുക്കുമാ വരിക. പക്ഷെ ദ്വാരക്കനട്ടാന്ന് പറയാ സക്കാത്തിന്റെ പൈസ കൊടുത്തിട്ട്. ദ്വാരക്കനട്ടാന്ന് ഈ പറഞ്ഞോ, എന്റെ പൈസ കൊടുത്തോ, അല്ലെങ്കിൽ വെറുതെ ദ്വാരക്കെന്ന് പറഞ്ഞോ, ആരാന്റെ പൈസ കൊടുത്തിട്ടാ ദ്വാരക്കാൻ പറയില്ലേ? നമ്മളെന്താ കരുതിയത് സക്കാത്തിന്റെ പൈസ നമ്മളെ ഔദാര്യാണെന്നാണ്. മുതലാളിമാരെ, അത് പാവപ്പെട്ടവന്റെ അവകാശം. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. സക്കാത്ത് മുതലാളിന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാ. അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ ചിലപ്പോൾ ചില ലേഖകന്മാരെ പിടികൂടാറുണ്ട്. ഇസ്ലാമിന്റെ ആഴത്തിലേക്ക് പോകാതെ തൊലിപ്പുറത്തിലൂടെ കടന്നുപോയിട്ട് ഭാഷ ഛർദിക്കുന്ന ചില പ്രഭാഷകന്മാരുണ്ട്. അവര് പറയും, യാചകന്മാർ സക്കാത്ത് വാങ്ങാൻ പോകുന്ന ആളുകളെ യാചകൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ മർമ്മരസം അറിയാത്തവനാണ്. എന്തുകൊണ്ട്? ഹക്ക് വാങ്ങാൻ പോകുന്നവനാടോ യാചകൻ? അവകാശം വാങ്ങാൻ പോകുന്നവൻ യാചകനാ? ഒരു ഉദാഹരണം, നിങ്ങൾ എനിക്ക് ഒരു 5000 പേരുണ്ട്, ഞാൻ ആ പൈസന്റെ ആവശ്യം വന്നപ്പോ നിങ്ങളെ തേടിയിട്ട് പരിയിൽ വന്നു. അപ്പൊ നിങ്ങള് യാചകൻ വന്നിക്കണുണ്ടില്ലേ, എനിക്ക് തരാനുള്ള പൈസ വാങ്ങാൻ വന്ന യാചകനല്ലേ? ഖുർആൻ പറയുന്നത് ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്നാ. ചോദിച്ചു വന്നവനും ചോദിക്കാതിരിക്കുന്നവനും മുതലാളിമാരുടെ സമ്പത്തിൽ ഹക്കുണ്ട്. ഹഖ്ഖുൽ ലിസ്സാഇൽ, ഖുർആൻ ഹഖ്ഖുൽ ലിസ്സാഇൽ, ചോദിച്ചു വന്നവന് അവകാശമുണ്ട്. അപ്പൊ അവന് യാചകനല്ല എന്നാ ഖുർആൻ പറയുന്നത്. ഖുർആൻ ക്ലാസ്സിലാക്കിയാൽ മതിയോ? ഖുർആൻ പഠിക്കണ്ടേ? ഇത് ഖുർആനാണ്. ഹഖ്ഖുൽ ലിസ്സാഇൽ, ചോദിച്ചു വന്നവന് ഹക്കുണ്ട്. ഇനി മലയാള സാഹിത്യത്തിന് അർത്ഥം വെക്ക്. യാചകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാചകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവകാശമില്ലാത്തത് ചോദിക്കണേനെ യാചന എന്ന് പറയാ. ഖുർആൻ പറഞ്ഞത് ചോദിക്കുന്നവനും ഹക്കുണ്ട് എന്ന്. അപ്പൊ സക്കാത്ത് വാങ്ങാൻ നടക്കുന്നവനെ യാചകൻ എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കറിയാത്ത ജാഹിലാണ്, യാചകനല്ല. പക്ഷേ അതോടുകൂടി യാചകന്മാരെ സൃഷ്ടിക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കരുത്. പിന്നെ നമ്മളെ സമ്പത്ത് കണക്കൂട്ടിട്ട് വേഗമാണ് കൊടുത്തേക്കണം, ഇങ്ങോട്ട് വെറ്റെന്ന് വെച്ച് കാത്തിരിക്കരുത്. അത് ശരിയാണ്, അയിമ ഞാനുണ്ട്, ഉള്ളതുള്ളതായിട്ട് പറയാനല്ലോ. നമ്മളെ പരി ഏതുപോലെ ഒരാൾക്ക് നമ്മൾ കടം കൊടുക്കാണ്ടെങ്കിൽ അയാൾ പരിയിലൊന്ന് ചോദിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുതല്ലോ. അങ്ങോട്ട് കൊടുത്തേക്കല്ല നല്ലത്. ഞാനൊക്കെ അതിന്റെ ആളാണ്. വേഗം സമയാണേനും ആണ്ട് കൊടുത്തു വിടല്ലോ, ഇന്നപ്പോ അയാൾ ഇങ്ങോട്ട് വരൂലല്ലോ. അത്രേ പതിലുള്ളൂ. അല്ലാതെ വന്നെന്ന് വിചാരിച്ച് യാചകം എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഖുർആന്റെ നെസ്സാൻ ഹഖ്ഖുൽ ലിസ്സാഇൽ, ചോദിച്ചു വരുന്നവന് ഹക്കുണ്ട് എന്ന്. ഹക്കിനോടുള്ള സുആലിനെ യാചന എന്ന് സാഹിത്യത്തിൽ പറയില്ല. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ആർക്കോ വിമർശനം മറുപടി ഒന്നല്ല. പക്ഷെ ഏതാണെങ്കിലും ചിലത് പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പല ലേഖനങ്ങളും ഇറങ്ങും. അതുകൊണ്ടാണ് കാര്യങ്ങൾ ആയത്തോതിയിട്ട് മനസ്സിലാക്കി തന്നത്. മറ്റൊരു കാര്യം, സത്യത്തില് ഈ സക്കാത്തില് അള്ളാഹു ഒരുപാട് ഹിക്മത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പൈസ നമ്മളതല്ലാന്ന് അള്ള തെളിയിക്കാണ്. നമ്മളെ പൈസ ആണെങ്കില് അള്ള പറഞ്ഞ നമ്മൾ എന്തിനാ കൊടുക്കണം? അപ്പൊ അത് എങ്ങനെ വരിക? ഞാൻ ചിലപ്പോ എന്റെ പരീക്ക് ഒരു പാക്കറ്റ് മുട്ടായി പാക്കറ്റൊക്കെ കയറി ചെല്ലും. ഒരു താൻ പറഞ്ഞു തരാണ്,
ഒരു മുട്ടായി പാക്കറ്റിട്ട് കയറി ചെല്ലും. എന്നിട്ട് എന്റെ മോന്റെ തഴേ മോളെ കയ്യിലും കൊടുക്കൂല, മൂത്ത മോന്റെ കയ്യിലും കൊടുക്കൂല, ചിലപ്പം ഇടയിലെ മോന്റെ കൈ കൊടുക്കും. എന്നിട്ട് ഓനോട് പറയും, ഇത് 2 ഉമ്മാക്ക്, 3 മറ്റമ്മാക്ക്, 2 മൂത്താപ്പാക്ക്, പിന്നെ 2 അനക്കൂന്ന് പറഞ്ഞ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുമ്പം കൊടുക്കണ്ടോന്ന്, ഇല്ലെങ്കിൽ ഞാനേ വാങ്ങിയിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. കാരണം എന്താ, മുട്ടായി പാക്കറ്റ് ആരുതാ? എന്റേതാണ്. ഇതന്നെയാണ് നമ്മളെ കൈ തന്ന പൈസ കണക്ക്. അല്ല നമ്മളെ കൈ തന്നിട്ട് പറയാണ് 2.5% അങ്ങോട്ട്, കുറച്ച് ഇങ്ങോട്ട്, മറ്റങ്ങോട്ട്. കാരണം ഇത് നമ്മളതല്ല, ഇത് അള്ളാന്റെതാണ്. ഈ സാധനം അള്ളാന്റെ ആണ്. ഒന്നാമത്തെ തസൂഫയിൽ അതന്നെയാണ്. പൈസ നമ്മളതല്ല എന്ന് തെളിയിക്കണം. നമ്മളെന്നെ നമ്മളതല്ലല്ലോ, പിന്നല്ലേ പൈസ? നമ്മളതാണെങ്കിൽ മിഞ്ഞാന്ന് രാത്രി ഞാൻ സുബൈന്റെ മുമ്പ് പെട്ടെന്ന് എണീച്ചപ്പോ എനിക്ക് ഛർദി വന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഛർദിക്കാത്ത ആളാണ്. അങ്ങനെ എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പരിയിൽ പോയതാ. അപ്പോ ബാത്റൂമിൽ കയറിയപ്പോ കുറ്റിയിട്ട് ഛർദിച്ചു. ഇങ്ങനെ കുറെ ഛർദിച്ചു. ഞാൻ എന്റേതാണെങ്കിൽ ഞാൻ ഛർദിക്കണോ? ഇല്ല. ഇതിങ്ങനെ വരിക തന്നെ എന്താ കാട്ടുന്നത്? എന്റെ ശരീരം എന്റേതല്ല. ബഷീർ മാസം മൂടി നോക്കാൻ നിങ്ങൾ നരച്ചു കൊണ്ടിരിക്കണില്ലേ? അടോക്കാണി തുറച്ച് നോക്കണില്ല, അടിയിൽ കുറ്റിത്താടി നരച്ചതില്ലേ ഇല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ഇൻഡോ നരച്ചു തുടങ്ങണില്ലേ? ഇതാ മൈലാഞ്ചി തോപ്പിക്കണ നിങ്ങൾ. ഇന്ത്യൻ പരിപാടി തന്നെയാണ്. ആ സുന്നത്താട്ടോ, മൈലാഞ്ചി ഇടൽ സുന്നത്താ, കുഴപ്പമൊന്നുമില്ല. കറുപ്പിക്കാനാ മതി. മൂപ്പര് എപ്പോഴും മൈലാഞ്ചി ഇട്ടിട്ട് ഞാൻ നോക്കലുണ്ട്. സുന്നത്താണ്, മൈലാഞ്ചി കുഴപ്പമില്ല, സുന്നത്താ. കറുപ്പിക്കരുത്, കറുപ്പിക്കൽ ഹറാമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഈ മുടി ഇങ്ങനെ നിരക്കാൻ ഞമ്മക്കാർക്കും ബോധി ഉണ്ടായിട്ടില്ലല്ലോ. നിരക്കന്നെ. കാരണം എന്താ, ഈ മുടി നമ്മളതല്ല, നമ്മൾ തന്നെ നമ്മളതല്ല, പിന്നല്ലേ? അപ്പോ അള്ളാഹു അവന്റെ അധികാരം കാണിച്ചതിനാണ്. പൈസ നിങ്ങളൊന്നും നിങ്ങളതല്ല, എന്റേതാണ്. അതുകൊണ്ട് മര്യാദക്ക് പറഞ്ഞേ ചെയ്തോ. ഒന്ന്. രണ്ടാമത്തത്, അള്ളാഹു എല്ലാ കാര്യത്തിലും ഒരു പരിശീലനാണ്. നോമ്പൊരു പരിശീലനാണ്. എന്ത്, ശവ്വാൽ 1 മുതൽ എങ്ങനെയാണ് തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതിന് പരിശീലനാണ് ഈ 30 ദിവസം. അതാണ് നമ്മള് പെരുന്നാക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത്. കാരണം പാടച്ചോൻ വലിയതാട്ടോ, അതിൽ ഞാൻ ജയിച്ചല്ലോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 30 ദിവസം എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പൊടിച്ചേച്ചില്ലേ. കാരണം എന്താ, എനിക്ക് ഈ വലുത് തന്നെയാണ് റബ്ബേ എന്നാണ് പറഞ്ഞത്. ചിലവരെന്ത് ചെയ്യും, ഇത് പള്ളിയിൽ വന്നിട്ട് തെക്ബീർ അല്ലിട്ട് പിന്നെ പുറത്തു വെച്ച് സീരിയലും സിനിമയും കാണും. അതിന്റെ അർത്ഥം എന്താ, ഞാൻ കുടുങ്ങിയിട്ട് പള്ളിയെന്ന് വെറുതെ പറഞ്ഞാണ്, സംഗതി ചെറുതന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഏത് പള്ളിയിൽ വന്നിട്ട് തെക്ബീർ അല്ലിട്ട് പുറത്തു വെച്ച് സിനിമ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? എല്ലാരും കൂടി ഈ വലുതാന്ന് പറഞ്ഞപ്പോ ഞാനോട് പറഞ്ഞാണ്, സത്യത്തിൽ എനിക്ക് ചെന്നൊരു വിഷയമല്ല എന്നാണ് സിനിമ കണ്ട അതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. തെക്ബീറിനെ പരിഹസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു താല ഒരു സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പരിശീലിപ്പിക്കുകയാണ്. കാരണം എന്താ, പൈസനോട് വലിയ ആഗ്രഹമാണ് മനുഷ്യന്, അത് കൂടപ്പറപ്പാണ്. അപ്പൊ അള്ള പറയാ, കട്ട് ചെയ്യാണ്. ആഗ്രഹം കൊല്ലടാ, ആഗ്രഹം കൊല്ല്, പൈസ കൊടുക്ക്, ആഗ്രഹം കൊല്ല്. വേണ്ടോ? പരിശീലനാണ്, അതൊരു പരിശീലനാണ്. 2, 3, പെരുന്നാക്ക് നമ്മള് സക്കാത്ത് കൊടുത്താല് അത് സത്യത്തില് ഒരാൾക്കും ഒരു പേടി ഉണ്ടായിരുന്നു. പാവപ്പെട്ടവന് പെരയിരുന്നിട്ട് നാളെപ്പ എന്താ ചോറിന് കാട്ടോ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് മലയാളിമാര് ഫിത്ർ സക്കാത്തിന്റെ അരിയേറ്റ് ഇങ്ങനെ എന്നിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് ചോറിന് വകയായി. അപ്പൊ ഭക്ഷണം കഴിക്കാത്ത ഒരൊറ്റ മനുഷ്യനും പെരുന്നാക്ക് ഉണ്ടാവൂല. 3, 4, ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നവരുടെയും പാവപ്പെട്ടവരുടെയും ഖൽബിൽ സന്തോഷം ഉണ്ടാവണം. ഇദ്ഖാലു സുറൂറി ഫീ ഖുലൂബിൽ മസാക്കി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. ഒരു ഫക്കീറിന്റെ, ഒരു മിസ്കീന്റെ ഖൽബിൽ സന്തോഷം സന്നിവേശിപ്പിക്കുക, അത് സ്വർഗം നേരെ കിട്ടാൻ ഒരു കാരണമാണ്. അതാണ് സക്കാത്തിൽ മറ്റൊരു 10-20 അതിലുണ്ട്. എല്ലാം കൂടി ഞാൻ പറയുന്നില്ല, കാരണം അപ്പൊ പൊരുള് മാത്രം പറഞ്ഞാൽ തന്നെ തീരൂല. ഇത് കൊടുക്കേണ്ടത് ഞാൻ മാസപ്പറ എന്ന് പറഞ്ഞു. ഞാൻ നാളെ മഗ്‌രിബ് മുതൽ സംഗതി. സത്യത്തില് റമളാൻ 1 കൊടുത്താലും വുജൂബ് കൂടുട്ടോ. മുണ്ടണ്ട, അടുത്ത കൊല്ലം കൊടുക്കും വേണ്ട. ഇപ്പൊ റമളാൻ 1 ഒരാൾ ഫിത്ർ സക്കാത്താണ് കൊടുത്ത്. സംഗതിയിൽ സക്കാത്ത് എന്തായി? സക്കാത്ത് വേടി അതൊക്കെ മനസ്സിലായില്ലേ? അത് മനസ്സിലാകണില്ലേ? എന്താ നിങ്ങൾ അങ്ങനെ തുറച്ചു നോക്കണം? റമളാൻ 1 കൊടുത്താലും സംഗതി എന്തായി? അതിന്റെ അർത്ഥം കൊടുക്കണം എന്നല്ല. മനസ്സിലായില്ലേ? ഉദാഹരണം, ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടായി, ആദ്യം തന്നെ ബാങ്കല്ലേ കേൾപ്പിക്കണ്ടേ? അതിപ്പോ ജോസഫ് കൊടുത്താലും മതി, കുമാരൻ ബാങ്ക് കൊടുത്താലും മതി. ഇതിന്റെ അർത്ഥം കുമാരനെ കൊണ്ട് കൊടുപ്പിക്കണം എന്നല്ല. അങ്ങനെ അതിനർത്ഥം ഉണ്ടോ? അതിനർത്ഥം വെച്ചോ? ഇനി കുട്ടി ഉണ്ടായ വേഗം പറങ്കോടനെ എടുത്ത് ഓടിച്ചല്ലണ്ട.
പറഞ്ഞത് ഓലെ കൊണ്ട് കൊടുപ്പിക്കണം എന്നല്ല, ഈ ശബ്ദം ആദ്യണ്ട് കേൾക്കണം എന്നതാണ് തേട്ടത്തിന്റെ പൊരുള്. അതിപ്പോ ഡോക്ടർ ജോസഫാന്ന് കേട്ടോ, ഡോക്ടർക്ക് വാങ്ങും അറിയാം, നമ്മളെ നിയമം അയാൾക്കറിയാം. അപ്പൊ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ജോസഫ് എന്ത് ചെയ്ത് ആ കുരിശിന്റെ മേലെ കുട്ടിന്റെ കൗത്തുക്ക് ഇങ്ങനെ തൂക്കിയാണ്ട് അല്ലാഹു അക്ബറുല്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് മതി. പക്ഷെ നമ്മള് സ്വാലിഹ്യങ്ങൾ കൊടുക്കാൻ എന്ത് നല്ലത് എന്നതുപോലെ എന്തിനപ്പോ ഞാൻ പറഞ്ഞേ ഒന്നിനും കൊടുത്താലും സംഗതി മതി. പക്ഷേ നാളെ മഗ്‌രിബ് മുതൽ അതിന്റെ നിർബന്ധം തുടങ്ങി. ഏതുവരെ നീളുന്നറിയങ്ങള്? പെരുന്നാൾ നിസ്കാരം വരെ കൊടുക്കലാണ് അഭികാമ്യം. അവിടുന്ന് അങ്ങോട്ട് പെരുന്നാളിലെ സൂര്യൻ അസ്തമിക്കുന്നത് വരേക്ക് പിന്തിക്കൽ കറാഹത്താണ്. സൂര്യ അസ്തമിച്ചതിന്റെ ശേഷത്തേക്ക് പിന്തിക്കൽ ഹറാമുമാണ്. ഓക്കെ, ഇല്ല 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 പോയിട്ടില്ല, ശരിയായിട്ടില്ല, കേൾക്കണില്ലേ? നാളെ മഗ്‌രിബ് മുതൽ, ഇത് മസലയാണ്, ചരിത്രം പറയും പോലെ പറയാൻ പറ്റൂല. നാളെ മഗ്‌രിബ് മുതൽ, അപ്പൊ ശരിക്കും കേട്ടോളൂ, ഞാൻ അതും പോയി പറയാൻ നിൽക്കണ്ട, മസല ഉറങ്ങി തൂങ്ങിയാണ്ട്. നാളെ മഗ്‌രിബ് മുതൽ, മനസ്സിലായോ? മഗ്‌രിബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലേ? അവിടെ മുതൽ നാളെ നാളെ തന്നെ അല്ലേ, മറ്റന്നാള്, ഞൈമ കൂടാൻ നിൽക്കണ്ട, മറ്റന്നാള് പെരുന്നാൾ നിസ്കാരത്തിന്റെ ഇടയിലാണ് എന്ത് ചെയ്യണ്ടേ? ഏറ്റവും നല്ല സമയം പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് സൂര്യ അസ്തമിക്കുന്നത് വരെ പിന്തിക്കൽ കറാഹത്താണ്. അവിടുന്ന് അങ്ങോട്ട് പിന്തിക്കൽ ഹറാമാണ്. അപ്പൊ ഇനി സാധനമൊക്കെ ഉണ്ട്, പക്ഷെ യഥാർത്ഥ അവകാശികളെ കിട്ടണില്ല. മൂല്യരാണെങ്കിൽ നിക്കാരത്തിന് മുമ്പ് കൊടുക്കണം എന്ന് പറയുകയും ചെയ്ത്. എന്നാ എന്താന്ന് അതുപോലെ കാത്തുനിന്നിട്ട് അന്ന് മാറി വരെ പിന്തിച്ചാൽ അതിന് കറാത്തൊന്നുമില്ല. മനസ്സിലായില്ല? കറാത്താഴണ കോലുണ്ട്, കറാത്താവാത്ത കോലുണ്ട്. നേരത്തെ പറഞ്ഞ കറാത്താഴണ കോല, ഇപ്പൊ പറയണ കറാത്താത്ത കോല. നിങ്ങൾക്ക് ഇപ്പൊ ഏത് കോലത്തിലെത്തിയേ? ഞാൻ ഇപ്പൊ ഇന്ന് ഉച്ചക്കൊരു സ്ഥലത്ത് പ്രസവിക്കുമ്പോ ഓലോട് വെച്ച് ഇതാരതാ, ഇത് കൊറേ നേരമായല്ലോ, അന്നാണ്ട് സൈലന്റ് ആയി കളി. പിന്നെ ഞാൻ ഉച്ചക്കൊരു സ്ഥലത്ത് പ്രസവിക്കുമ്പോ ചോദിച്ച്, ഇപ്പൊ നാളെ പെരുന്നാൾ ആവണ്ടെന്നാണ് ടൈലർമാർക്കൊക്കെ ഉള്ളത്, എന്നാ അറവേർക്കൊക്കെ ആവണം എന്നുള്ളത്, നിങ്ങളിപ്പോ ഏത് കോലത്തിലാന്ന് ചോദിച്ചോലോട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് അല്ല, അങ്ങനെ തന്നെയല്ലോ ടൈലർമാരൊക്കെ ദ്വാരക്കണത് ആവരുത് ആവരുത് ആവരുന്ന. അറവേര് കത്തി മുറിച്ചു വിട്ടിട്ട് അങ്ങോട്ട് നോക്കിക്ക കാപ്പാട് കണ്ടുകണോന്ന് വെച്ചാണ്ട്. ഞാനാണെങ്കിൽ നേരത്തെ പറഞ്ഞിക്കണേ എന്നാ പെരുന്നാളെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിക്കണല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചില്ലേ തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ എനിക്കിന്നൊന്ന് ബേജാറായി. എന്തെന്ന് വെച്ചോ, ഒരാൾ വിളിച്ചാണ്ട് പറഞ്ഞ് കാപ്പാട് കണ്ടുക്കണെന്ന് ഐതർഥങ്ങൾ പറഞ്ഞിക്കണേ പറഞ്ഞു. അപ്പൊ ഞാൻ ഷരീഫിനോട് പറഞ്ഞേ, ഞാൻ പറഞ്ഞതിന് വിചാരിച്ചിട്ട് ഉറപ്പിക്കാൻ നിൽക്കണ്ട, ഫിത്ർ സക്കാത്തിന്റെ അരിയൊക്കെ ഒന്ന് വാങ്ങിച്ചാളാറുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ മനസ്സിൽ പഠിച്ചോനെ 30 കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അയാൾ തന്നെ പിന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞേ, ഇല്ല ആ വാർത്ത വ്യാജാണ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഇന്ന് കിട്ടി, അൽഹംദുലില്ലാ 30 പൂർത്തിയായി. ഇനിയിപ്പോ ആരെങ്കിലും പറഞ്ഞാൽ പോയി പണി വെക്കാന്നറിയാല്ല, നമ്മക്ക് പോകുമ്പോക്കട്ടെ, നാളെ നോമ്പ് തന്നെയാണ് ഇൻഷാ അല്ലാ. അപ്പോ സത്യത്തില് ഇപ്പൊ കറാത്തിന്റെ കോലം അല്ലാത്ത ആകെ കൺഫ്യൂഷൻ ആയോ? അതിന്റെ അടുക്ക് പെരുന്നാളൊന്നുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നവരേക്ക് പിന്തിക്കല് കറാത്താണ്. പക്ഷെ കറാത്തില്ല എപ്പോ? അങ്ങനെ ഇപ്പൊ നല്ല സന്തോഷമായി. അവകാശികളെ കാത്തുക്കുകയാണെങ്കിൽ കറാത്തില്ല. എന്നാലും പെരുന്നാൾ ദിവസത്തേക്ക് പിന്തിക്കൽ ഹറാമാണ്. അത് എങ്ങനെങ്കിലും അന്ന് കൊടുത്തു കൂട്ടണം. ഓക്കെ, ഞാൻ അത് അണ്ട് ശരിയായ, എന്നാലല്ലേ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റുള്ളൂ. ശരിയായോ? എന്താ നിങ്ങൾ മട്ടൻ ശരിയായോ? എന്നാ നീ വ്യക്തമായ ആയിക്കോട്ടെ, ഞാൻ ചില്ലറായിന്നാ കേട്ടെ. അല്ല, അങ്ങനെ കേട്ടത് അതാണ്. അപ്പോ അതിന്റെ അടുത്തത് ഇനി ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് കേട്ടോളിട്ടോ. റെഡി അല്ലേ? ഇങ്ങോട്ട് നോക്കി കേട്ടോളി. മാസം കാണുന്ന സമയത്ത് ഭൂമിയിൽ ആരാളുള്ളത് ഓൽക്കൊക്കെ കൊടുക്കണം. അതാണ്ട് പഠിച്ചോളി. ഇനി ഞാൻ വിശദീകരിച്ചപ്പെടുന്നാണ്ട് ഇളകരുത്. ഇത് കായികയാണ്, ഇത് ബേസാണ്. ഇനി ഇതിമ കൂടിയാണ് മതിലിട്ടല്, മതില് പൊളിയരുത്. എന്താ പറഞ്ഞത്? മാസം കാണുന്ന സമയത്ത് ഭൂമിയിൽ ആരൊക്കെ ഉള്ളത് ഓൽക്കൊക്കെ കൊടുക്കന്നെ. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നാളെ നമ്മളെ വല്യപ്പ ശ്വാസം മുട്ടി കിടക്കാണ്, ആളിങ്ങനെ ചക്രശ്വാസം വലിക്കാണ്, തെൽക്കിയും ചൊല്ലി കൊടുക്കാൻ പേരക്കുട്ടികളെ ഇരുത്തിയിട്ടുണ്ട്. മാസം കണ്ടപ്പോ ആളുണ്ട്, 1 മിനിറ്റ് കഴിഞ്ഞപ്പോ മരിച്ച്, കൊടുക്കണോ വേണ്ടേ? കൊടുക്കണോ? അങ്ങനെ പറയും, കൊടുക്കണം. അതന്നെ കൊടുക്കണം. എന്നാ നീ വേറൊന്ന് ചോദിക്കാം. എത്ര മണിക്കാ മാരിബാങ്ക് നാളെ?
ഉദാഹരണം 6:55 നാളെ മഗ്‌രിബ് എന്ന് കൂട്ടിക്കോളി. 6:54 നമ്മളെ വാപ്പ മരിച്ച് കൊടുക്കണോ വേണ്ടേ? മയ്യത്തോടെ കിടക്കാണ് കേട്ടോ, കൊടുക്കണോ വേണ്ടേ? വേണ്ട. കൊടുക്കണമെന്നോ? ആരാ കൊടുക്കണം എന്ന് പറഞ്ഞ്? കൊടുക്കണമെന്നോ? അവന്റെ ഐഡിയ ആണ്. വേണ്ട. ചോറോ കഞ്ഞോന്ന് വെച്ചെങ്കിൽ ചോറ് എന്ന് പറയല്ലേ, കഞ്ഞിക്ക് ചൊറിഞ്ഞിന്ന് പറയരുത്. ആ പരിപാടിയാണ് ഇപ്പോഴത്. കൊടുക്കണണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്, കൊടുക്കണണ്ടാന്ന്. ആയിക്കോട്ടെ. അപ്പൊ സത്യത്തിൽ മഗ്‌രിബ് കൊടുക്കണതിന്റെ 1 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ 10 സെക്കൻഡ് മുമ്പോ വല്യപ്പ മരിച്ചാല് മയ്യത്ത് അവിടെ ഉണ്ടായിക്കോട്ടെ, കൊടുക്കണ്ട. അപ്പൊ ഇനി അല്ല മരിച്ചത് ഇപ്പോ മാസം കണ്ടതിന്റെ മുമ്പോ ശേഷമോ ഒന്ന് സംശയം വന്നാലോ കൊടുക്കണ്ട? ആള് മരിച്ചിരിക്കണ്, നമുക്കൊരു സംശയം എപ്പോഴാണേക്കാരിപ്പോ മരിച്ചിട്ടുണ്ടാകുക, കൊടുക്കണ്ട. മാസം കണ്ടപ്പോ ഉണ്ടായിന്ന് ഉറപ്പായിട്ട് അരിന്ന് കഴിച്ചിടാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല പറഞ്ഞ കേട്ടോ. ഏതപ്പോ എപ്പോഴായിരിക്കും മരിച്ചിട്ടുണ്ടാകുക? മാസം കണ്ടതിന് മുമ്പ് തന്നെ ആയിക്കും. അതല്ല, ആ രീതിയല്ല പറഞ്ഞേ. മരിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ശരിക്കും സംശയമായി, എന്നാലും കൊടുക്കണ്ടെന്നാണ് മസല. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോ ഇനി അയിമക്കൂടി പെട്ടെന്ന് മനസ്സിലാത്തൊരു കാര്യം ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഭാര്യ ഇങ്ങനെ പ്രസവിക്കാണ്. അപ്പോ പെരുന്നാള് മാസം കാണുമ്പോ ഇങ്ങനെ പ്രസവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തക്ബീർ ഇങ്ങനെ ചെല്ലുമ്പോഴും പ്രസവിച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെ മാസം കണ്ട് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പ്രസവം പൂർത്തിയായത് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കുട്ടി പകുതി മാസം കാണുന്നതിന് മുമ്പും പകുതി. അപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഈ പ്രസവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, അല്ല റോക്കറ്റ് തന്നെ നട്ട് വരൂലല്ലോ. അല്ല അങ്ങനെ തന്നെയല്ലേ പ്രസവം? പ്രസംഗം മാതിരിയാ? അല്ല നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ലേ? അല്ല ഈ പ്രസവം എന്താന്ന് നിങ്ങൾക്ക് തിരിയില്ലേ? അത് ഈ റോക്കറ്റ് മാതിരിയല്ലല്ലോ, മെല്ലെ മെല്ലെ പോക്ക് അങ്ങനെയല്ലേ വരിക. കട്ടറോട്ട് കൂടി ഓട്ടോറിക്ഷ പോകണായിരിയല്ലേ. അപ്പൊ അതിങ്ങനെ മാസം കാണുന്നതിന് മുമ്പ് പോരാൻ തുടങ്ങി. മാസം കണ്ട് 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുള്ള് പുറത്ത് പോകുന്നത്. അപ്പൊ ഈ കുട്ടി എന്തായി? പെരുന്നാൾ മാസം കാണുമ്പോ പകുതി ഉള്ളിലും പകുതി പുറത്തായി. അപ്പൊ കൊടുക്കണോന്നാണ്. എന്താണ് നിങ്ങളെ അഭിപ്രായം? ഇതിലിപ്പോ എത്ര മദ്ഹബായി നരങ്ങള്? എന്തിനപ്പ നമ്മള് മദ്ഹബ് ഉണ്ടാക്കണം? നമ്മളെ മദ്ഹബ് പറഞ്ഞ പോരെ. കൊടുക്കണ്ട, അതിനാണത്. കൊടുക്കണ്ട. എന്താ മനസ്സില? കൊടുക്കണ്ടാന്ന്. എന്ത് ഞങ്ങൾക്ക് കൊടുക്കണോ? കൊടുക്കണമെന്നുണ്ടോ? ആര്? എത്ര ആളാണ്? ഫുള്ളും കൊണ്ട് പോന്നാലേ കൊടുക്കേണ്ടി ഉള്ളൂ. ഫുള്ള് മൂപ്പര് പറഞ്ഞതാണ്. കുട്ടി ഒരു 8% ഇങ്ങോട്ടും 2% അങ്ങോട്ടാന്ന് കൂട്ടാ. മനസ്സിലായി. എന്നാലും കൊടുക്കണ്ട, നിങ്ങൾ ബേജാറാണ്ട. ആയിക്കോട്ടെ. അഥവാ ഞാൻ കുട്ടി വരികയാണെങ്കിൽ കുട്ടീനോട് പറയാം, കുറച്ചു നേരം അവിടെ ഒക്കെ മോനെ അരിന്ന് കഴിച്ചില്ലാണ്ട് എന്ന് പറഞ്ഞ ഏത് മരവളോട് പറയാ, ഒന്ന് വെയിറ്റ് ചെയ്യ്, 2.5 കിലോ അരിയാണ് വെറുതെ പോണേ. ഏതായാലും ആട്ടെ, തമാശ കൂടി കാര്യമാണ് കേറട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ കൊടുക്കണ്ടെന്നാണ് മസല. ഇനി കേട്ടോളിട്ടോ, കൊടുക്കേണ്ടത് ആർക്കാണെന്ന്. കുടുംബനാഥൻ അവന്റെയും അവന്റെ ആശ്രിതരുടേതും കൊടുക്കണം. ആശ്രിതർ അവന്റെ ചെലവിൽ കഴിയുന്ന ആളുകൾ. വെയ്യാത്ത ഉമ്മയിൽ പെട്ടു, വെയ്യാത്തപ്പയിൽ പെട്ടു, ഉമ്മാന്റെ ഉമ്മ പെട്ടു, ഉപ്പാന്റെ ഉപ്പ പെട്ടു, എത്ര മേൽക്കാണെങ്കിലും പെട്ടു. അവർക്കൊന്നും കഴിയില്ല, എന്റെ ചെലവിനാ കഴിയുന്നെങ്കിൽ അവരിതൊക്കെ കൊടുക്കണം. വിവേകം പക്വതയുള്ള ചെക്കന്മാരതാണെങ്കിൽ ഓൽക്ക് അധ്വാനിച്ച് കൊടുക്കാമല്ലോ. ബാപ്പ കൊടുത്തോളുന്നില്ല, കാരണം ഓൽക്ക് ആരോഗ്യം ഉണ്ടല്ലോ. കൊടുത്താലും തരക്കടില്ല, കൊടുത്തോളുന്നില്ല. പക്ഷെ പക്വതയുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരെ സമ്മതം വാങ്ങാതെ കൊടുത്താൽ സക്കാത്താവൂല. മസലൊന്ന് പഠിച്ചേക്കണല്ല. ഇത് നമ്മളെ കുറെ ചെക്കന്മാരുണ്ടാവും കല്ലുമ്മ പോയിരിക്കണ്, അല്ലെങ്കിൽ മതിലുമ്മ ചാരിയിരിക്കണ്, അല്ലെങ്കിൽ മുളക്കാൽമ ടൗസർ ഇട്ട് കണ്ട് മുംബൈയിൽ കളിക്കണ്. ഉമ്മ ഇവിടെ ഇങ്ങനെ വാരി കൊടുക്കണുണ്ടാവും മസാല കേട്ടിട്ട്. ഇവർ ഈ ഫിത്ർ സക്കാത്ത് കൊടുത്തതോ വാങ്ങിയതോ എത്ര കിലോനെന്നോ ഒന്നും അറിയില്ല. ഉമ്മ അങ്ങനെ കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെ വിവരമില്ലാത്തതുകൊണ്ടാണ്. അതൊന്നും സക്കാത്താവൂല. പക്വതയും ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ അവരിത് കൊടുക്കുമ്പോൾ അവരെ സമ്മതം വാങ്ങിയിട്ട് അവരോട് നിയ്യത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ ഏൽപ്പിക്കണം എന്നിട്ടാ കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ഭ്രാന്തന്മാരും ചെറിയ കുട്ടികളാണെങ്കിൽ ഓല നെയ്യത്ത് നമ്മൾ വെച്ചിട്ട് കൊടുത്താൽ മതി. കാരണം പോൽക്ക് നെയ്യത്താക്കാൻ പറ്റും. ഇപ്പൊ എന്റെ 2 വയസ്സുള്ള കുട്ടീനോട് നെയ്യത്താക്കാൻ പറഞ്ഞാൽ എന്റെ നെഞ്ഞത്ത് കയറിയിരിക്കുന്നല്ല, അത് ഓളുണ്ട് നെയ്യത്തേക്കണ്. അപ്പൊ ഓളെ നെയ്യത്ത് ഞാനാ വെക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഭ്രാന്തന്മാരിത്. പിന്നെ ഈ ഭ്രാന്തനുമല്ല എന്നാ ഒരു ബുദ്ധിയുള്ള ആളും അല്ലാത്ത അടി കുടുങ്ങിയ ചില സൈസുകളുണ്ടാവും. അതിന് സഫീഹ് എന്നാ പറയാം. ഞാൻ വെറുതെ ഉണ്ടാക്കി പറയില്ല, ഫിഖയിലുള്ളതാണ് സഫീഹ്.
അങ്ങോട്ടില്ല അങ്ങനെ അതങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ സുഖല്ലേ നിങ്ങൾക്ക് സുഖല്ലേ കണ്ടില്ലേ, അങ്ങനത്തെ കണ്ടില്ലേ? അതിനാണ് സഫീഹ് എന്ന് പറയാ. എന്നാ ശരിക്കും മറ്റേതായിട്ടില്ല. നിങ്ങൾ മനസ്സിലായോ? പോത്തുമല്ല കരടിയല്ലാത്തതിന്റെ അടി കുടുങ്ങിയ സൈസ് ഉണ്ടല്ലോ. പുതിയതല്ല പഴയതല്ലേ ബാരണ്ടി പെയിന്റ് ഇട്ട് സൈസ് കേട്ടിട്ടില്ലേ? ആ കുളത്തിൽ നിങ്ങൾ ഇങ്ങനെ ചിരിക്കണത് നിങ്ങൾ ഓരോരുത്തരെ മനസ്സ് കണ്ടിട്ടാണ്. എനിക്ക് മനസ്സിലായിക്കണ് നിങ്ങൾ ഇങ്ങനെ ചിരിക്കണേ. കറുകത്തീത്ത് തന്നെ ഒരു 10-12 ഇപ്പൊ നിങ്ങൾ മനസ്സ് കയറ്റിക്കണ്. അതന്നെയാണ് ആ പറയണത്. അങ്ങനത്തെ ഒരു നെയ്യത്ത് പോലെ വെച്ചാൽ മതി എന്നാ. കാരണം നെയ്യത്ത് വെക്കാൻ മാത്രമൊക്കെ ഒരു ബുദ്ധിയുണ്ട്. നെയ്യത്ത് വെക്കാൻ മാത്രം ഓൾക്ക് ബുദ്ധിയുണ്ട്. അത് ഓലെ കൊണ്ട് വെപ്പിച്ചാൽ മതി എന്നാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ? അല്ല നിങ്ങളൊന്നും കണ്ടില്ലേ? ഞാൻ ഇപ്പൊ സാഹസം ചൂണ്ടി കാണിച്ചു തരണ പിന്നെന്താ എന്നോ തോക്കണ്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയൂ തന്നെ എന്നാലും വേറെ ഏതാ. അപ്പൊ ഏതായാലാവട്ടെ, അങ്ങനെ സഫീഹിന്റെ നെയ്യത്ത് ഓനെ കൊണ്ട് വെപ്പിക്കണം. നീ ഓനത് വെക്കാനൊന്നും ഇല്ലെങ്കിൽ വാപ്പാണ്ട് വെച്ചിട്ട് കൊടുത്താലും മതി. ഓക്കെ. അപ്പോ നമ്മൾ നമ്മുടേത്, നമ്മുടെ ചെലവിൽ കഴിയുന്ന ആളുകളുടേത് കൊടുക്കണം. എന്തായാലും ഇനി സംശയമുള്ളത് എന്നാലും ഇപ്പൊ എനിക്കെന്തെങ്കിലും ബാബ് തുറക്കാൻ പറ്റുള്ളൂ. രണ്ടാളും ഒരേ ചോദ്യം തന്നെ. നിങ്ങൾ 2.5 കൊടുത്തോളി, ഞാൻ 2.700 കൊടുക്കല്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ 2.5 കൊടുത്താലും മതി, ഞാൻ കൊടുക്കല് 2.700. ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? രണ്ടും കൊടുക്കാന്ന് മനസ്സിലായി. ഞാൻ 200 കൂട്ടണ എന്താ വെച്ചാൽ എനിക്കൊരു ഉറപ്പിനാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 2.5 കിലോ കൊടുത്താൽ വീടുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഞാനൊരു 200 കൂട്ടി കൊടുക്കും. എന്തിനപ്പ അയിമൊരു 200 മകളിന്? ഇനി പഠിച്ചോനെ നിങ്ങൾ അരിച്ചാ കൊടുത്തോളിന്ന്. അതിനിപ്പോ ആർക്കാ വിരോധമുള്ളു? എത്ര നിങ്ങൾ കൊടുത്തോളി. 2.5 കൊടുത്താ വീടും. ചില മലയാള പുസ്തകത്തിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് 2.600 എന്ന്. ഓലോട് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ അടിസ്ഥാനായിരിക്കണെന്ന്. അത് മറുപടി ഇട്ടില്ല. 2.5 ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ ഈ 2.600 എഴുതി വെച്ചിരിക്കണെന്ന്. മറുപടി എന്തില്ല. 2.5 കൊടുത്താ വീടും. പക്ഷെ എന്തായിക്കോളി, മൂലര് 200 കൂട്ടി കൊടുക്കുന്ന ആളല്ലേ. അപ്പൊ നിങ്ങൾ എന്റെ ആട്ടേരല്ലേ? എന്റെ ആട്ടേരെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കണ മേലയിലുള്ളവരല്ലേ. ഞാൻ അവിടെ പേരെടുത്ത് കൂടും എന്നുള്ള പേടിയൊന്നും വേണ്ടട്ടോ. അപ്പോ ഒരു 200 കൂട്ടി കൊടുത്താൽ എന്തായി? നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പാ വകയിൽ അങ്ങനെയാണ് കയറി പോവല്ല. അങ്ങനെയല്ല ഇപ്പൊ നമ്മളെല്ലാ സ്റ്റെപ്പ് ഒപ്പിക്കണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇപ്പൊ എത്ര കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? 2.700 കൊടുത്താലേ വീടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിക്കണോ? അതാണ് എന്റെ ഐഡിയ. സംഗതിയൊക്കെ നടക്കുവാനും കഴിച്ചിലാവും വേണമെന്ന് അറിയില്ലേ. നിങ്ങൾ പുറത്തു പോയിട്ട് 2.700 കൊടുത്താലേ വീടുള്ളൂ എന്ന് റഹ്മാനി പൊട്ടിച്ചിക്കണെന്ന് പറഞ്ഞാൽ അപ്പൊ കൊടുക്ക നാളെ. അപ്പൊ നിങ്ങൾ ഈ പറയുമ്പോ ഉറങ്ങേനു. അപ്പൊ നമുക്ക് നോമ്പ് ഒന്നിനെ ഉറപ്പല്ലേ? ശവ്വാൽ 1 പെരുന്നാളാണെന്ന്. എന്താ പോക്കരക്ക? നോമ്പ് 1 നിങ്ങൾക്ക് ഉറപ്പല്ലേ ശവ്വാൽ 1 പെരുന്നാളാവുന്ന്? അല്ല ഉറപ്പല്ലേ? അപ്പൊ തന്നെ വാരി കൊടുത്തുകൂടെ അതിന്? അപ്പോ അത് ശരിയല്ല. ചോദിച്ചതിന് മറുപടി ഞാൻ പറയാം. നാളെ കൊടുത്താലും വീടും അപ്പോക്കരക്ക. പക്ഷെ നല്ലത് നാളെ മഗ്‌രിബിന് ശേഷം കൊടുക്കല. മനസ്സിലായോ? നല്ലത് മഗ്‌രിബിന് ശേഷം കൊടുക്കല. അതിലും നല്ലത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കല. മനസ്സിലായോ? പിന്നെ സൂര്യ അസ്തമിക്കുന്നതിലേക്ക് പിന്തിക്കൽ കറാത്താണ്. ആവശ്യമെങ്കിൽ കറാത്തില്ല. അതിന്റെ അപ്പുറത്തേക്ക് പിന്തിക്കൽ ഹറാമാണ്. ശരിയായോ? അരിയന്നെ കൊടുക്കണം, മത്തി വാരി കൊടുക്കാനും പാടില്ല. അല്ല പറഞ്ഞ മീൻമാരി കൊടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവൾക്ക് എളുപ്പമുണ്ട്. കൊട്ടയിൽ ബാക്കി ഉണ്ടാവേ. ഏതായാലും ഇപ്പൊ അരി മീനൊക്കെ ഒന്നെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ പോയിക്കോട്ടെ. ഏതായാലും അള്ളാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. കാരണം അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടേ ചിരിപ്പിച്ചാൽ നമുക്കൊരു സുഖമുള്ള. അതുകൊണ്ടാ. അപ്പൊ ഇനി ബാക്കി എന്തെങ്കിലും ചോദിക്കണ്ടോ? പറമ്പിൻ്റെതോ? നിങ്ങൾ അയിമ വല്ലാതെ കൂടുണ്ടല്ലോ. മിഞ്ഞാന്ന് തുടങ്ങിക്കണ ഈ പറമ്പ്. ആയിക്കോട്ടെ, നിങ്ങളെടുത്തുണ്ട്. ആ ആ ആ പിറ്റേം കൊടുക്കണം. അതല്ലേ, അങ്ങനെയാണ്. കച്ചവടത്തിന് കൊടുക്കണ മാതിരി തന്നെ കൊടുക്കണം. മനസ്സിലായ നിങ്ങൾക്ക്? മൂപ്പര് ചോദിച്ചു മനസ്സിലായോ? മൂപ്പരടുത്ത് ഒരു 20 സെന്റ് ഉണ്ടെന്ന് കൂട്ടുക. ഞാൻ എല്ലാരും കൂടി ചോദിക്കാൻ നിൽക്കണ്ട, കൂട്ടുക. കാരണം ഇപ്പത്തെ കാലാണ്. അപ്പൊ മൂപ്പര് ചോദിക്കണം 1 കൊല്ലം സക്കാത്ത് കൊടുത്ത് 80 സെന്റ് വിറ്റ് വാതെ 80 സെന്റ് അങ്ങനെ തന്നെ അടുത്ത കൊല്ലം എന്നാ പിന്നെയും കൊടുക്കണമെന്ന്. കൊടുക്കണം. അതന്നെ അങ്ങനെ കൊടുക്കണം. അതന്നെ കൊടുക്കണം തന്നെ മസാല.
ആ അല്ലല്ലല്ലല്ല, വിറ്റ് പോവാതെ എന്നാലാണ് നമ്മളെ ചരക്കിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. വിറ്റ് പോയ എന്തിനാ കൊടുക്കണ? വിറ്റ് പോയാ കൊടുക്കണ്ടല്ലോ. ആ ആ ഇപ്പോഴാണ് സംശയം മുറുകിയത്. ചോദിച്ചൂടി. മൂലരെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പോ ഇതാണ് ചോദിച്ചത്. ഇപ്പൊ ഒരു വീട്ടിൽ 10 ആളുകൾ താമസിക്കുകയാണെങ്കിൽ എങ്ങനെ അതിന് കൊടുക്കാന്നാണ്. അപ്പൊ ഉമ്മ, അപ്പ, കാക്ക, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്. 1 2 3 4 5 6 7 8 ഒരു 9 ആളിന് ഞാൻ കൊടുക്കും. എന്റെ വീട്ടിൽ താമസിക്കണവരാണ്, അവരൊക്കെ ഞാനാ കൊടുക്കല്. അപ്പൊ ഞാൻ ഉമ്മാനോട് പറയും, ഇവിടുന്ന് അരി കൊടുത്തേക്കും. എന്നിട്ട് ഉമ്മാനോട് പറയും, ജ്യേഷ്ഠന് ഓന്റെ ഭാര്യ അവരോടൊക്കെ സമ്മതം വാങ്ങുക, ഓരോട് നീയത്തെക്കാൻ പറയാ, നിങ്ങൾ കൊടുക്കുക. പിന്നെ എന്റെ ചെറിയ മോളുണ്ട്, 3 വയസ്സായ മോള്, അതിൻ്റെ ഒരു മൂത്തയുണ്ട്, ഒരു 8 വയസ്സായ മോന്. അവര് രണ്ടാളും ഞാൻ തന്നെ നീയത്തിച്ചിട്ട് കൊടുക്കും. ഇപ്പൊ എന്റേത് ഓൻ നീയത്തെക്കും, മൂത്തോന്റെ. ഉറങ്ങാണെങ്കിൽ എല്ലാരും കൂടി നോക്കി ഉണർത്തണ്ട, അല്ല ഉറങ്ങല്ല. ഓൻ്റെത് ഓൻ വെക്കും, എന്റേത് ഞാൻ വെക്കും. അപ്പൊ നമ്മളെ കീഴിൽ പൊരയിൽ കഴിയുന്ന ആളുകൾ പക്വത ഉള്ളവരാണെങ്കിൽ ഓരോട് നീയത്തിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയാം. ഇല്ലാത്ത ചെറിയ കുട്ടികൾക്ക് നമ്മളെ നീയത്തിച്ചിട്ട് നമ്മളാണ് കൊടുക്കുക. അങ്ങനെയാണ് അവസ്ഥ. ശരിയാണ്. ചെറിയ കുട്ടികൾക്ക് സ്വന്തമായിട്ട് സ്വത്ത് ഉണ്ടെങ്കിലോ എന്ന്, ആ സ്വത്ത് ഉണ്ടെങ്കിൽ അതിനാണ് എടുത്ത് കൊടുക്കണ്ടേ. ആ ആ ആ ആ എങ്ങനെ അതന്നെ. ഓല് നമ്മളെ ചെലവിൽ കഴിയണമെങ്കിൽ നമ്മളിത് കൊടുക്കണം. രണ്ടാളും കൂടി ചെലവിൽ കഴിയണേ. രണ്ടാളും കൂടി കൊടുക്കുക. 2.5 കിലോ 1.25, നിങ്ങൾ 1.25, ഞാനോ 2.5. എന്താ പ്രശ്നമുള്ളത്? ആയിക്കോട്ടെ, അങ്ങനെ ചോദിക്കുക. അപ്പോഴല്ലേ പാക്കറ്റ് പുറത്തിറങ്ങുള്ളൂ. കെട്ടിച്ച പെങ്ങൾക്ക് പുതിയാപ്പള വേറല്ലേ, മര്യാദക്ക് കൊടുക്കാൻ പറയും. അത് തന്നെ സാധനം. എന്നാലും അരി കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിനാണ്. നമ്മളെ പണിയിലാണെങ്കിൽ അത് ഇപ്പൊ മുമ്പ് ബാബ് തുറന്ന് നന്നായി. അതിന്റെ ആകെത്തുക എവിടെയാണ് കൊടുക്കേണ്ടതെന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പോ നമ്മള് കെട്ടിച്ചു കൊടുത്തിക്കണ്, നമ്മളെ പെണ്ണുങ്ങളല്ല കേട്ടോ, പെങ്ങളെ കെട്ടിച്ചു കൊടുത്തിക്കണ്. ഭർത്താവ് ഓന്റെ വീട്ടിലും ഓള് പെരുന്നാളിന്റെ തലേന്ന് ഇവിടെ നോടി. മാസം കണ്ടപ്പോ ഓൾ എവിടെയാണ്? സുലൈഖാത്താത്ത നമ്മളോടെയാണ്. പുതിയാപ്പിള ഓന്റെ വീട്ടിലാണ്. അപ്പൊ മൂപ്പര് ചോദിച്ചത് അരി ആരാ കൊടുക്കേണ്ടതെന്നാ. അരി കൊടുക്കേണ്ടത് ഓൻ തന്നെയാണ്, പക്ഷെ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അത് പറയാ. അന്തള്ളവനാണെങ്കിൽ അളിയം കണ്ട് വിളിച്ചറിയും, പിന്നെ മാസം കണ്ടിക്കണ് ഞാൻ അരിയാണ്ട് കൊടുത്തേക്കട്ടാന്ന് പറയും. മൂപ്പർക്കാണ് അതിന്റെ കടമ. നിങ്ങള് ഉദാഹരണം കേട്ടോളൂ. ഒരു പെണ്ണ് സമ്പന്നയാണ്, നല്ല പൈസ ഉണ്ട്, ഭർത്താവ് തീരെ പൈസ ഇല്ലാത്ത ആളാണ്. എന്നാൽ രണ്ടാളും ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. ഭാര്യന്റെ ഫിത്ർ സക്കാത്തിന്റെ ബാധ്യത ഭർത്താവിനാണ്, ഭാര്യക്കല്ല. എന്തുകൊണ്ട്? ഫിത്ർ സക്കാത്ത് സമ്പത്തിന്റെ സക്കാത്തല്ല, ശരീരത്തിന്റെ സക്കാത്താണ്. അള്ളാഹു പറയാണ്, എന്റെ ഭൂമിയിൽ നീ 1 കൊല്ലം ജീവിച്ചാൽ നിന്റെ ശരീരത്തിന് ടാക്സ് അടക്കണം എന്ന് പറഞ്ഞ ഒരേ മതം അത് ഇസ്ലാമാണ്. ശരീരത്തിന്റെ ടാക്സ് ആണത്, സമ്പത്തിന്റെ സക്കാത്തല്ല, ശരീരത്തിന്റെ ടാക്സ് ആണ്. ഭൂമിയിൽ 1 കൊല്ലം നീ ജീവിച്ചാൽ അതിന് ടാക്സ് അടക്കണം എന്ന് പറയുന്ന ഒറ്റ മതം അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് ഭാര്യന്റെ അടുത്ത് നല്ല പൈസ ഉണ്ട്, ഭർത്താവിന്റെ അടുത്ത് പൈസ ഇല്ല. എന്നാൽ ഭാര്യ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊള്ളണമെന്നില്ല. കൊടുത്താൽ നല്ലതാണ്, വുജൂബില്ല. കൊടുത്താൽ പറ്റുമെന്ന് തുഹ്ഫ എന്ന കിതാബിലുണ്ട്, പക്ഷെ കൊടുത്തോളന്നില്ല. അവിടെ തന്നെ ഭാര്യ റജയിയായ തൊലാക്ക് ചൊല്ലപ്പെട്ടവളാണെങ്കിൽ, അത് ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് ആ പുതിയ മസാലകളൊക്കെ വന്നത്. റജയിയായ തൊലാക്ക് ചൊല്ലപ്പെട്ടവളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 തൊലാക്കും പിരിച്ചുവിട്ട ഭാര്യ ഉണ്ടാവൂലേ, അന്റെ 2ഉം പിരിച്ച് പൊയ്ക്കോ അറിഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന സൗകര്യത്തില് അവളതും നമ്മൾ കൊടുക്കണം. ഇനി 3 തൊലാക്കും ചൊല്ലി പിരിച്ചിട്ട ഭാര്യ ഗർഭിണിയാണെങ്കിൽ അവളതും ഭർത്താവ് കൊടുക്കണം. ഗർഭിണിയാണെങ്കിൽ അവളതും ഭർത്താവ് കൊടുക്കണം എന്നാണ് മസല. അത് മുമ്പര് ചോദിച്ചുകൊണ്ടാണ് അതൊക്കെ വന്ന്. അങ്ങനെ ആരെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുത്തി പുറത്തേക്കാൻ പറ്റും. മതിയില്ലേ? നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ പരി പോയിട്ട് ചീരാക്കാൻ ഞൊടിക്കുമ്പോ പറഞ്ഞേനെ ഇങ്ങനെയാന്ന് നടക്കും. അല്ല, അപ്പോൾ ഉള്ളത് എയിമിൽ മനസ്സിലാക്കി പോകാൻ വേണം, ഒക്കെ കൂടി കൊള്ളാവും ചെയ്യരുത്.
ഇനി എന്തെങ്കിലും ഉണ്ടോ? നീ ഇത് ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഇപ്പൊ മതിയില്ലേ? അപ്പൊ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, ആരാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ കാരണം ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയണല്ലേ. ആംപ്ലേറ്റ് കൊടുക്കരുത്, ട്രിപ്പിൾ ആംപ്ലേറ്റ് കൊണ്ടുപോയിക്കോളി ഫിത്ർ സക്കാത്ത് അറിഞ്ഞാണ്ട്. ഞാൻ ഗൾഫിലുണ്ടാകുമ്പോ വലിയ രസമുണ്ടായി. ഞാൻ ഗൾഫിൽ പള്ളിയിലിരിക്കുമ്പോ എന്താണ് ഓർമ്മയില്ല, നാട് ഏതാന്ന്, ഏതോ ഒരു നാട്ടുകാരൻ, ആഫ്രിക്കക്കാരനോ എന്താ ആള്. ഓണ്ട് പെരുന്നാൾക്ക് ഞാൻ നിസ്കാരം കഴിഞ്ഞപ്പോ എന്റെ റൂമൊക്കെ ഒരു 3-4 കൊക്കക്കോള ഉണ്ടല്ലോ, അതും കുറെ പെപ്സിയൊക്കെ വെച്ച് കയറിയായിരുന്നു. ഞാൻ പെരുന്നാക്കിച്ചിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൊണ്ടലുണ്ട്, ഇതിന്റെ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞു കൊക്കക്കോള. ആ സാധുവിന് അത്രേ കൊടുത്തുള്ളൂ. ഞാൻ പറഞ്ഞു കുറെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഓൻ പറഞ്ഞു ഞാൻ ഞങ്ങളെല്ലാരും എല്ലാ കൊല്ലവും തന്നെയാണ് കൊടുക്കല് പറഞ്ഞു. കൊക്കക്കോള ഫിത്ർ സക്കാത്ത് കൊടുത്ത എവിടെ എത്തി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എല്ലായിടത്തും മദ്രസയും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഫിഖ് അറിയുന്ന ആളുകളാണ്. മുഴുവൻ അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം. അവിടുത്തെ എന്താണ് അത് കൊടുക്കണം. അവിടെ പാൽക്കട്ടിയാണെങ്കിൽ അത് കൊടുക്കണം. അത് മൂപ്പര് ചോദിക്കണത്, ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ അരി കൊടുത്താൽ അത്ര തന്നെ വാങ്ങാൻ ആളെ കിട്ടൂല. അപ്പൊ ചില ഉസ്താദ്മാര് പറയലുണ്ട് അതിനൊപ്പിച്ചിട്ട് ഒരു 20 ദിർഹം കൊടുത്താൽ മതി എന്ന്. അത് ഞാനും പറയലുണ്ട് അവിടെ പോയാല്. കാരണം എന്താ വെച്ചാല് അത് മദ്ഹബ് മാറലാണ്, മദ്ഹബ് മാറും നമ്മള്. എന്നിട്ട് ഹനഫി മതബ് അനുസരിച്ചുകൊണ്ട് പൈസ കൊടുത്താലും മതിയാവും എന്നുള്ള അഭിപ്രായമുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളെ രീതിയിൽ ഷാഫി മതബിൽ കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഹനഫി മതബിന് തഖ്ലീദ് കൊണ്ട് കൊടുക്കുക എന്നുള്ള നിയത്തിൽ നമ്മളും കൊടുക്കലുണ്ട്. അതും പറ്റും, മദ്ഹബ് മാറിയാൽ അതൊക്കെ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായി? പൈസ കൊടുക്കാതെ അരി ഇവിടെ കൊടുക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞാൽ മതിയാന്ന്. രണ്ടും പറ്റും, തഖ്ലീദ് അത് രണ്ടും പറ്റും. പക്ഷെ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ അവകാശികൾ വാങ്ങാൻ തീരെ ഇല്ലെങ്കിൽ പറ്റും. ഗൾഫിൽ ഇപ്പൊ അരി കൊടുത്താൽ ഇപ്പൊ എത്രയോ ബംഗാളികളും പാവപ്പെട്ടവരവിടെ. ഇല്ല ഈ പറഞ്ഞ രൂപത്തിൽ വിടൂല. കുടുങ്ങിയ സമയത്താണ് അതൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഇനിയിപ്പോ അവിടെ പോയിട്ട് അടുത്ത കൊല്ലാതെ നടപ്പിലാക്കി അതിന്റെ കുറ്റം ഞാൻ വാങ്ങേണ്ടി വരും. അതെ അവിടെ ബംഗാളികളും ഒക്കെ ഉണ്ട് പാവങ്ങള്. അവിടുന്ന് ആണ്ട് അരി വാങ്ങി കൊടുത്താൽ മതി, അത് മതിയല്ലോ. പൈസ കൊടുക്കുന്നത് നമ്മൾ ഈ അരി വാങ്ങാൻ ആളെ കിട്ടാതാവുമ്പോഴല്ലേ. അപ്പോഴല്ലേ ചിന്തിക്കേണ്ടേ ഉള്ളൂ. ഇപ്പൊ UAE-ലൊക്കെ തൽക്കാലം ആളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോളെ, ഞാൻ അഡ്രസ് തരണ്ട്. ഇനി എന്താ അങ്ങനെ ഈ ഫിഖഹിന്റെ മസലാമ ചോദിക്കണം, അപ്പോഴേ വരുള്ളൂ. ഇപ്പൊ ഉദയത്തിന്റെ ഇഷ്കാലം വയ്ക്കരുത് കേട്ടോ, ഫിത്ർ സക്കാത്ത്. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഏതായാലും അള്ളാഹു മസല അനുസരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. നമ്മളിങ്ങനെ വല്ലാതെ സന്തോഷിക്കരുത്. ഓരോ സ്ഥലത്തും നിങ്ങൾ പേപ്പർ വായിച്ചോ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് സീറ്റ് ഒഴിഞ്ഞു തരുമോന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞപ്പോ കത്തിയെടുത്തിട്ട് കുത്തി 2 കഷ്ണാക്കി. നമ്മളൊക്കെ മറന്നിട്ട് ഒറ്റക്കെട്ടാണ്ട് സമയമാണിത്. ഒരു മുസ്ലിം പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശത്രു പാളയത്തിൽ ഇപ്പോഴും തടങ്കലിലാണ്. മര്യാദക്ക് കാരൊക്കെ കൊണ്ട് നോമ്പുറക്കാൻ വയ്യ. അള്ളാഹു തആല കുട്ടിയെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാം മറന്നിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് നമ്മളെ ശക്തി നമ്മളിങ്ങനെ എന്തെങ്കിലും അല്ലേ നമ്മൾ ഒറ്റക്കെട്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം മറന്ന് ഒറ്റക്കെട്ടാണ്. വലിയ അങ്ങോട്ട് ഒന്നായിട്ട് ചിന്തിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളാണ് വരാൻ പോണത്. അള്ളാഹുക്കെ സലാമത്താക്കി തെറ്റെ, ഒക്കെ സലാമത്താക്കി തെറ്റെ. അള്ളാഹു റമദാൻ അനുകൂലമായിട്ട് സാക്ഷി നിർത്തട്ടെ. പ്രതികൂലമായി സാക്ഷിക്കുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ രാത്രി ആരും വെറുതെ ആക്കരുത്. എല്ലാ തസ്ബീഹ് നിസ്കരിക്കാനുള്ളവർ അങ്ങനെ നിസ്കരിക്കുക, യാസീൻ ഓതുന്നവർ ഓതുക, തൗബ ചെയ്യുക. ഇതൊക്കെ ഇന്നത്തെ രാത്രി ഇതൊക്കെ ചെയ്തിട്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ഇൻഷാ അള്ളാഹ് സമാപനത്തിൽ നമ്മളെ ബഹുമാനപ്പെട്ട ഇമാം 2 വർത്താനം പറഞ്ഞിട്ട് ദ്വാരക്കലുണ്ട്. അദ്ദേഹത്തിന് അതിന് അവസരം കൊടുക്കുന്ന 4 റക്അത്തിലായിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 300 പ്രാവശ്യവും, ഒരു റക്അത്തിൽ 75 പ്രാവശ്യവും, ഫാത്തിഹ സൂറത്ത്